നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സ്വദേശികളടക്കം ഉൾപ്പെട്ട അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പോലീസ് പിടിയിൽ. പ്രതികളിൽ നിന്നും 4 വാഹനങ്ങൾ കണ്ടെടുത്തു. കല്ലൂർ ഞെള്ളൂരിൽ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജനം. റോഡിലേക്കും വീടുകൾക്ക് മുന്നിലേക്കും പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി. നന്ദിപുരം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. മാലിന്യമുക്തത്തിനും കൃഷിക്കും മുൻഗണന നൽകി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് സ്വദേശികളടക്കം ഉൾപ്പെട്ട അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പോലീസ് പിടിയിൽ. പ്രതികളിൽ നിന്നും 4 വാഹനങ്ങൾ കണ്ടെടുത്തു. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വിൽപ്പന നടത്തിയിരുന്ന പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശികളായ പുന്നത്താടൻ വീട്ടിൽ 33 വയസ്സുള്ള വിജിത്ത്, പുന്നത്താടൻ വീട്ടിൽ 38 വയസ്സുള്ള രഞ്ജിത്ത്, ചിയ്യാറ് സ്വദേശി പള്ളിപ്പാടത്ത് വീട്ടിൽ 35 വയസ്സുള്ള സുനീഷ്, നന്ദിപുരം സ്വദേശി കരിയത്ത് വളപ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണു, പൊള്ളാച്ചി കോവിൽപാളയം സ്വദേശി SK നിവാസിൽ 25 വയസ്സുള്ള സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 23-ാം തീയതി ചേർപ്പ് പാറക്കോവിലിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെ മിനി ലോറി മോഷണം പോയിരുന്നു. ഈ സംഭവത്തിന് അന്വേഷണം നടത്തുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SI M. ഹഫ്സൽ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ഗോകുൽദാസ്, റിൻസൺ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ മോഷണ സ്ഥലത്തെത്തിയ മറ്റൊരു വാഹനത്തെ അന്വേഷണ സംഘം കണ്ടെത്തി. ഇത് പൊള്ളാച്ചി സ്വദേശിയായ സജിത്ത് എന്നയാൾ ഉപയോഗിക്കുന്നതാണെന്നും ഇയാൾ ഒട്ടേറെ പേരുള്ള മോഷണ സംഘത്തിലെ അംഗമാണെന്ന് കണ്ടെത്തി ഇയാളെക്കുറിച്ച് രഹസ്യമായുള്ള അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെയും കണ്ടെത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഫെബ്രുവരി 27-ന് മിനി ലോറിയും മോഷണം പോയിരുന്നു. ഈ സംഭവത്തിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടന്നുവരുന്നുണ്ടായിരുന്നു. 2 കേസുകളിലെയും അന്വേഷണം നടന്നുവരവെ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, ചേർപ്പ് SI M. അഫ്സൽ എന്നിവരുടെ സംഘം പൊള്ളാച്ചിയിലെത്തി സജിത്തിനെ പിടികൂടി. ഇതേ സമയം തന്നെ ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ മണ്ണുത്തി ഭാഗത്തു നിന്നും വിജിത്ത്, രഞ്ജിത്ത്, സുനീഷ്, വിഷ്ണു എന്നിവരെയും പിടികൂടുകയായിരുന്നു. പകൽ വാഹനങ്ങൾ കണ്ടെത്തി അർദ്ധരാത്രിയോടെ സ്ഥലത്തെത്തി സുനീഷും രഞ്ജിത്തും വിഷ്ണുവും വിജിത്തും ചേർന്ന് സജിത്തിന് മോഷ്ടിച്ച വാഹനങ്ങൾ കൈമാറും. സജിത്ത് മേട്ടുപാളയത്ത് പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സംഘത്തിന് വിൽക്കുകയായിരുന്നു പതിവ്. ഇവിടെ നിന്നാണ് അന്വേഷണ സംഘം മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തിയത്. 2-3 മാസത്തിനിടയിൽ നിരവധി വാഹനങ്ങൾ ഈ സംഘം മോഷ്ടിച്ചു കടത്തിയതായി സംശയിക്കുന്നതായും പോലീസ് അറിയിച്ചു. പുതുക്കാട് നിന്നും മോഷ്ടിച്ച ഒരു കണ്ടെയ്നർ ലോറി, കൊടകര, ഒല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും മോഷ്ടിച്ച ദോസ് പിക്കപ്പ് വാനുകൾ, ഇവർ മോഷണത്തിന് ഉപയോഗിച്ച ഒരു കാർ എന്നിവ ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഞ്ജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി, വധശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 6 ക്രിമിനൽ കേസുകളുണ്ട്. വിജിത്തിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2021-ൽ 2 അടിപിടി കേസുകളുണ്ട്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SIമാരായ M. അഫ്സൽ, സജിപാൽ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, ഗോകുൽദാസ്, ചാലക്കുടി DYSP K. സുമേഷ്, കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SIമാരായ സ്റ്റീഫൻ, മൂസ, റോയ് പൌലോസ്, ASIമാരായ സിൽജോ, ആഷ്ലിൻ ജോൺ, SCPO റെജി, ഷിജോ തോമസ്, CPOമാരായ ശ്രീജിത്ത്, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. കല്ലൂർ ഞെള്ളൂരിൽ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജനം. ചില സമയങ്ങളിൽ റോഡിലേക്കും വീടുകൾക്ക് മുന്നിലേക്കും കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയായി. വീടിന്റെ മുറ്റത്തിരുന്ന് ചെരുപ്പുകൾ കടിച്ചു നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ. കുട്ടികളെ കടിക്കാൻ ഓടിപ്പിക്കുന്നതും പതിവായി. ക്ഷേത്രത്തിലെത്തുന്ന വയോധികരായ ഭക്തരും ഭീതിയിലാണ്. വീടുകളിലെ കോഴികളെയും നായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്.
ഒരു മാസത്തിനിടെ പനന്തോടൻ ഷീബയുടെ 6 കോഴികളെയാണ് നായ്ക്കൾ കടിച്ചെടുത്തു കൊണ്ടുപോയത്. ഇവിടെ ചിലർ പലയിടത്തായി ഭക്ഷണം കൊടുക്കുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്നും നായ്ക്കൾ എത്താൻ കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടും തെരുവ് നായ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. തൃക്കൂർ പഞ്ചായത്തിന്റെ ഇതര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. പഞ്ചായത്തിൽ നടപ്പാക്കിയ വന്ധീകരണ പദ്ധതി പരാജയമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ആളുകൾ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തെരുവ് നായ ശല്യത്തിന് ഒരു കാരണമാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിക്കുന്ന പദ്ധതികൾ പഞ്ചായത്തിലില്ലെന്നും പേവിഷബാധ നിയന്ത്രിക്കാവുന്ന വാക്സിൻ നൽകുക മാത്രമാണ് താൽക്കാലിക പോംവഴിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പറഞ്ഞു. വാക്സിൻ നൽകൽ ഉടൻ നടപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പറപ്പൂക്കര മാഞ്ഞാംകുഴി റെഗുലേറ്ററിൽ തലയിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ നായ ദയനീയ കാഴ്ചയാകുന്നു. ചെറുവാൾ പ്രദേശത്ത് നിന്നാണ് നായയെ കണ്ടെത്തിയത്. റെഗുലേറ്ററിൽ വീണ നിലയിലായിരുന്ന നായയെ നാട്ടുകാർ പുറത്തെത്തിച്ചു. നാളുകളായി മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്ന നായയ്ക്കാണ് ദുരവസ്ഥ. 1 മാസക്കാലമായുള്ള മുറിവ് ഇപ്പോൾ വളരെ ആഴത്തിലുള്ളതായി. ഒരു കണ്ണ് പൂർണ്ണമായും പോയ അവസ്ഥയിലാണ്. അക്രമ സ്വഭാവമൊന്നും കാണിക്കാത്ത നായ മാഞ്ഞാംകുഴി റെഗുലേറ്ററിനു സമീപം തന്നെയാണ് ഉള്ളത്. നായയ്ക്ക് എങ്ങനെ മുറിവേറ്റു എന്നതിൽ വ്യക്തതയില്ല. നായയ്ക്ക് കൃത്യമായ പരിചരണം നൽകാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നന്ദിപുരം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി 7-ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രപ്പറമ്പിനോട് ചേർന്നുള്ള പറമ്പിൽ തളച്ച കൊമ്പനാണ് വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാർ എത്തിയ സമയത്താണ് ആന പിണങ്ങി തിരിഞ്ഞത്. വിരണ്ട കൊമ്പൻ ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ സുരക്ഷിതമല്ലാതെ തളച്ചതിനുമാണ് കേസെടുത്തത്. കഴിഞ്ഞ മാസം കൊയിരാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉപഹാര സമർപ്പണം നടത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2018-19 വാർഷികാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 9 മുറികളുള്ള ബഹുനില കെട്ടിടമാണ് പൂർത്തിയായിരിക്കുന്നത്. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ EK സദാശിവൻ, ഭാഗ്യവതി ചന്ദ്രൻ, ജിജോ ജോൺ, ടെസി വിൽസൺ, ദിനിൽ പാലപ്പറമ്പിൽ, AK അജിതകുമാരി, ഡോക്ടർ A അൻസാർ, സിനിയം കുര്യാക്കോസ്, നിമേഷ് പുഷ്പൻ, ഡോക്ടർ PX റോയ് തോമസ്, SN ശാലിനി, ഡോക്ടർ NJ ബിനോയ്, NK രമേശ്, സോജൻ ജോസഫ്, KR അനൂപ്, ബാബു കാളക്കല്ല്, സിമിലി അജു, ഡേവിസ് വറീദ്, PS മീര, AB സജീഷ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ വളർച്ചയിൽ നമ്മുടെ ഈ സ്കൂൾ വലിയ പങ്ക് പങ്കാണ് വഹിച്ചിട്ടുള്ളത്. എത്രയോ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഏതെല്ലാം മേഖലയിൽ എത്തിയെന്നുള്ളത് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടും സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടും ഈ വിദ്യാലയത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച്, ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരണം അതുമായി നൽകുന്നില്ല. പൊതുമരാമത്ത് വകുപ്പ് വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതലായിട്ട് കെട്ടിട നിർമ്മാണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൂർക്കാട് നമ്മുടെ നിയോജക മണ്ഡലം തന്നെ എടുത്താൽ സ്കൂള് പടിപടിയായി ഉയർന്ന് ഇന്ന് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി ലെവലായും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ അളഗപ്പ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഹൈടെക് കെട്ടിടം ഇവിടെ ഇന്ന് പൂർത്തിയാകുകയാണ്.
വെണ്ടൂർ സെന്റ് മേരീസ് യു പി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനം ആഘോഷിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവുമാണ് സംഘടിപ്പിച്ചത്. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷനായി. എഴുത്തുകാരൻ ജോണി ചിറ്റിലപ്പിള്ളി, പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ സനൽ മഞ്ഞളി, പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MV സുനിൽകുമാർ, ചുങ്കത്ത് ജ്വല്ലറി മാർക്കറ്റിംഗ് മാനേജർ റോബിൻ ജോസ് അക്കരപ്പറമ്പിൽ, പഞ്ചായത്ത് അംഗം ജോസി ജോണി, പള്ളി ട്രസ്റ്റി ജോയ് ചാളിപ്പാടൻ, MPTA പ്രസിഡന്റ് സുഹൃത് സോന, OSA പ്രതിനിധി T ലിൻഡോഷ് ജോൺ, സ്റ്റാഫ് സെക്രട്ടറി T മാല പോൾസൺ, സ്കൂൾ ലീഡർ സന സംഗീത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. മൊത്തം അടിപൊളി ആഘോഷങ്ങളാണ് അല്ലേ? ആദ്യത്തെ പ്രാർത്ഥനാ ഡാൻസ് തന്നെ സൂപ്പറായി. എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ കുട്ടികൾ കളിച്ചത്. ക്ഷമയോടുകൂടിയാണ് മക്കള് പ്രത്യേകിച്ചും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും ആസ്വദിക്കാനുമായി ഇവിടെ ആയിരിക്കുക. ഒരു സ്കൂൾ എന്ന് പറയുന്നത് വിവരങ്ങൾ കൈമാറുന്ന ഒരു സ്ഥലമല്ലെന്നും. മെയ് 29-ാം തീയതി PTA-യും അധ്യാപകരും യോഗം ചേർന്ന് അക്കാദമിക് മാസ്റ്റർ പ്ലാനും സ്കൂൾ വാർഷിക കലണ്ടറും പ്രതിമാസ കലണ്ടറും തയ്യാറാക്കി. പ്രവേശനോത്സവം 2024-25 അധ്യയന വർഷത്തിലെ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ്. അധ്യാപകരോടൊപ്പം രക്ഷിതാക്കൾ കൂടി നിന്നാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പൊ ഈ അടുത്ത് നമുക്കറിയാം, പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ആയിട്ട് കാണുന്ന വാർത്തകളൊക്കെ മാലിന്യമുക്തിക്കും കൃഷിക്കും മുൻഗണന നൽകിയുള്ള പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അവതരിപ്പിച്ചു. 25,18,816 രൂപ വരവും 25,49,99,762 രൂപ ചെലവും 29,19,054 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, രതി ബാബു, CC സോമസുന്ദരൻ, ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, രശ്മി സീഷോപ്പ്, പ്രീതി ബാലകൃഷ്ണൻ, ടീന തോബി, ഹിമാദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അക്കൗണ്ടന്റ് ഷാജു ഡി വിധേയത്തിൽ എന്നിവർ പ്രസംഗിച്ചു. മികച്ച അങ്കണവാടി വർക്കർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ AD സിനിയെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അത് അവതരിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പരമാവധി നമുക്ക് കിട്ടിയ പണമല്ല എല്ലാ വർഷവും പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന് വരേണ്ടതായ വരുമാന മാർഗങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് വാങ്ങിയ അംഗൻവാടി ടീച്ചർക്ക് അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടന്നു. എല്ലാവർക്കും വേണ്ടി അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 2 സംസ്ഥാന അവാർഡാണ് കിട്ടിയത്. ഏറ്റവും നല്ല അംഗൻവാടിക്കുള്ള അവാർഡാണ്. ഏറ്റവും നല്ല വർക്കുള്ള അവാർഡ് നമ്മുടെ സിൻ ടീച്ചർക്കും. മറ്റത്തൂർ GLP സ്കൂളിന്റെ 103-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻറ്റോ കൈത്താരത്ത് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. എൻഡോമെന്റ് വിതരണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക MS ബീനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാബു, MS സുമേഷ്, ബിന്ദു മനോജ്, OSA പ്രസിഡന്റ് ബിജു തെക്കൻ, PTA പ്രസിഡന്റ് സ്വാതി സനീഷ്, SMC ചെയർപേഴ്സൺ ജിഷ ജനീൽ, സ്കൂൾ ലീഡർ KS നിവേദിത, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി പ്രീതി ജേക്കബ്, സ്റ്റാഫ് സെക്രട്ടറി ലിജി ആന്റണി, PTA പ്രസിഡന്റ് PR വിമൽ എന്നിവർ സന്നിഹിതരായി. നന്ദിക്കര GVHS സ്കൂളിൽ പറപ്പൂക്കര പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ, MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMC ചെയർമാൻ സുദേവൻ, സാംസ്കാരിക പ്രവർത്തകൻ രാജൻ നെല്ലായി, പ്രധാന അധ്യാപിക സമീന തോമസ്, നെതിമോൾ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയത്തിൽ ഒരുക്കിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനവും ഗണിതശാസ്ത്ര പരീക്ഷണങ്ങളും കലാകായിക പ്രവൃത്തി പരിചയ മികവുകളും പൊതുജന ശ്രദ്ധയാകർഷിച്ചു. സമയം 6 മണി.
ജില്ലയിലെ മികച്ച അങ്കണവാടിയായി തിരഞ്ഞെടുക്കപ്പെട്ട അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ 6ാം നമ്പർ അങ്കണവാടിയിൽ ജില്ലയിലെ 40-ലധികം അങ്കണവാടി വർക്കർമാർ സന്ദർശനം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുബൈദ, ക്ലർക്ക് തുളസി, ICDS സൂപ്പർവൈസർ സുധാകുമാരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് സംഘം അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി, അങ്കണവാടി വർക്കർ ജയ, ഹെൽപ്പർ നിഷ എന്നിവർ പ്രവർത്തനങ്ങൾ പങ്കുവച്ചു. ഞാൻ ആ വാർഡിൽ ഇതുപോലെ ചേർന്നായിരുന്നു. അതായത് ജില്ലയിലെ ശീതീകരിച്ച ഏറ്റവും നല്ല സ്മാർട്ട് അംഗൻവാടി 4ാം വാർഡ്, 4ാം വാർഡിലെ 8ാം നമ്പർ അംഗൻവാടിയായിരുന്നു. അതിനുശേഷം 2ാം വാർഡിൽ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഈ അംഗൻവാടി കഴിഞ്ഞ പരിശ്രമിക്കുന്ന സമയത്ത് ഒരു വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന അംഗൻവാടിയാണ്. സ്വന്തമായി സ്ഥലം ഉണ്ടായിരുന്നില്ല, സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പരിശ്രമിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പണി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് അംഗനവാടികളെ വെച്ച് നോക്കിയിട്ട് എന്താ ഈ അംഗനവാടി, ഈ റൂം ഇത്രയും സൗകര്യപ്രദമായ ഒരു റൂം മറ്റ് അംഗനവാടികൾക്കില്ല. ഇത് നമ്മുടെ ഏജിക്കും വയോജനങ്ങൾക്കും വേണ്ടി മാത്രം പണിത ഒരു റൂമാണ്. ലഹരിക്കെതിരെ ചെമ്പൂച്ചിറ GHS സ്കൂളിലെ കുട്ടി പോലീസ് വെള്ളിക്കുളങ്ങര സെന്ററിൽ നിന്നും റാലി സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ വെച്ച് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KT ജോഷി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സബ് ഇൻസ്പെക്ടർ C സന്തോഷ് ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടി പോലീസിന് ബോധവൽക്കരണം നടത്തി. സ്റ്റേഷൻ സന്ദർശിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് സ്റ്റേഷനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡ്രിൽ ഇൻസ്പെക്ടർ TB ഷിജു വിശദീകരിച്ചു. ഗ്രേഡ് ASI സതീഷ്, SPC CPO അജിത, സ്റ്റേഷൻ റൈറ്റർ PA ഡേവിസ്, ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് റൈറ്റർ AR രജിത്ത്, SPC ബിൻസി വർഗീസ്, ജനമൈത്രി സമിതി അംഗം റഷീദ് ഏറാത്ത് എന്നിവർ നേതൃത്വം നൽകി. കോടാലി മോനോടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം കാവടി ഉത്സവം ആഘോഷിച്ചു. മാങ്കുറ്റിപ്പാടം, കടമ്പോട്, മുട്ടത്തുകുളങ്ങര, മോനോടി, നീരാട്ടുകുഴി ദേശങ്ങളിൽ നിന്നുള്ള വിവിധ കാവടി സമാജങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഉത്രം കാവടി ഉത്സവം ആഘോഷിച്ചത്. ഉച്ചയ്ക്ക് ക്ഷേത്ര മൈതാനിയിൽ വിവിധ കാവടി സമാജങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൂടിയാട്ടം കാണാൻ ഒട്ടേറെ പേർ എത്തി. ദേവനൃത്തവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് വിഷ്ണു നമ്പൂതിരി, മധുമണ്ഡിലത്ത് കൃഷ്ണപ്രസാദ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മാലിന്യ സംസ്കരണ സംവിധാനം പഠിക്കുന്നതിന് കിലയുടെ നേതൃത്വത്തിൽ അളഗപ്പ് നഗർ പഞ്ചായത്തിലെ 15 ജനപ്രതിനിധികളും 5 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സിക്കിമിലെ പഞ്ചായത്തുകൾ സന്ദർശിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് നാഷണൽ അവാർഡ് ലഭിച്ച റോൺഗ തത്തങ് ചെൻ പഞ്ചായത്തിലെ പ്രവർത്തന രീതികളും പഞ്ചായത്തിലെ മറ്റ് ഘടക സ്ഥാപനങ്ങളും സന്ദർശിച്ച് മനസ്സിലാക്കി. പഞ്ചായത്ത് സെക്രട്ടറി മിങ്കുർ ബൂട്ടിയ പദ്ധതി വിശദീകരിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ഗാംഗ്ടോക്ക് മുനിസിപ്പൽ കോർപ്പറേഷനും സന്ദർശിച്ചു. I would like to again welcome our one of the J's are here to tell you more about the water supply and executing Jal Jeevan Mission. Since you are all aware about it, we have nearly completed, I think, 50 to 60% of the work. First of all, I would like to thank you because we got a warm welcome for this Gram Panchayat. And we came here without getting any permission, even though മനക്കുളങ്ങര KVUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര KVUP സ്കൂളിലെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് MD ദേവരാജ് അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി KV അജയ്കുമാർ, സീനിയർ അധ്യാപകൻ നെൽസൺ പോൾ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, സെക്രട്ടറി രേണു കലാധരൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഉപജില്ലയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കൊടകര ASI സാജു പൗലോസ് നയിച്ചു. കുട്ടികളുടെ മികവുകളുടെ അവതരണം നടത്തി. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ യുവജന ക്ലബ്ബുകൾക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോൺ, TL പ്രിൻസൻ, PS പ്രീജു, KA ശൈലജ, സജന ഷിബു, സെക്രട്ടറി PB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ നേതൃത്വത്തിൽ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും കോൺഫറൻസും സംഘടിപ്പിച്ചു. ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടനം
ക്രൈസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ ജോയ്, ക്രൈസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ഷിബു കെ മാണി, ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമേഷൻ ആൻഡ് വെർച്വൽ റിയാലിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ വി എം ശരവണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ എൽ ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ എം ഇ ബി ഷീബ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി എം രഞ്ജിത്ത്, അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോൾ പി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. വേനൽ കൂടുതൽ കഠിനമാകുമ്പോൾ ആശ്വാസമായി ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം കോമരം ആനന്ദ് എന്നിവരും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സംഭാര വിതരണവും സൗജന്യമായി നൽകുന്നുണ്ട്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും യോഹന്നാൻ കരിപ്പേരി അച്ഛൻ അനുസ്മരണ സമിതിയും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ കാരവൻ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടത്തും. സൗജന്യമായി ഡോക്ടേഴ്സ് ഓഫീസ്, ഡെന്റൽ പരിശോധന, പോർട്ടബിൾ ഡെന്റൽ എക്സ്റേ സൗകര്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9744448866 8157906977 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ആദ്യമായി പവന്റെ വില 65,000 കടന്നു. പവന് 880 രൂപ വർദ്ധിച്ച് 65,840 രൂപയും ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 8,230 രൂപയുമായി. സംസ്ഥാനത്ത് 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 71,500 രൂപയോളം നൽകേണ്ടി വരും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. 2025 മാർച്ച് 31 വരെയുള്ള എല്ലാ അവധി ദിനങ്ങളിലും കെട്ടിട നികുതി അടയ്ക്കുന്നതിന് അളഗപ്പ് നഗർ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. സ്വർണ്ണവില. ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. പുതുക്കാട് വടക്കേത്തുറവ് പിടിയത്ത് വേലായുധൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുപ്ലിയം തച്ചപ്പിള്ളി പരേതനായ അപ്പു ഭാര്യ അമ്മിണി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, പുരുഷോത്തമൻ, പരേതനായ സുബ്രഹ്മണ്യൻ എന്നിവർ മക്കളും ഗീത, ഷീല, ശോഭ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സ്വദേശികളടക്കം ഉൾപ്പെട്ട അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പോലീസ് പിടിയിൽ. പ്രതികളിൽ നിന്നും 4 വാഹനങ്ങൾ കണ്ടെടുത്തു. കല്ലൂർ ഞെള്ളൂരിൽ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജനം. റോഡിലേക്കും വീടുകൾക്ക് മുന്നിലേക്കും പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി. നന്ദിപുരം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. മാലിന്യമുക്തത്തിനും കൃഷിക്കും മുൻഗണന നൽകി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.